നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും ഷെയറുകളും ഉപദേശങ്ങളും ഒക്കെ ഇതിൽ രേഖപ്പെടുത്തണം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രമൊക്കെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം. ഫോണിൽ കൂടെ വിളിച്ച് ചോദിക്കാൻ താല്പര്യം കാണിക്കരുത്. കാരണം വാട്സപ്പിലാണെങ്കിൽ എനിക്ക് സമയം കിട്ടുമ്പോൾ നല്ല തയ്യാറെടുത്തിരുന്ന് നിങ്ങളെ ജാതകമൊക്കെ ഗണിച്ച് വച്ച് ഫലങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയും അത് റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരികയൊക്കെ ചെയ്യുന്ന പതിവാണ് സാധാരണ ചെയ്തു വരുന്നത്. സമയം വേണം. പെട്ടെന്ന് എൻ്റെ കല്യാണം നടക്കൂ, ജോലി കിട്ടൂ, പ്രൊമോഷൻ കിട്ടൂ, അസുഖം മാറൂ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഒട്ടും പറയാൻ പറ്റില്ല. കാരണം ജാതകത്തിൻ്റെയും നക്ഷത്രത്തിൻ്റെയും പ്രായത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഫലങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ ഫോണിൽ വിളിച്ചെന്നെ ശല്യം ചെയ്യരുത്, മെസ്സേജ് തന്നെ ഇടാൻ ഞാൻ താല്പര്യം കാണിക്കുന്നത്. ഫീസും അടയ്ക്കണം. ചില ആൾക്കാർ പറയും ഫീസ് അടയ്ക്കേണ്ട വിവരം ജോത്സ്യർ പറഞ്ഞില്ലല്ലോ എന്ന്. ഫീസ് വേണം. കാരണം എനിക്ക് നെറ്റും ഫോണും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഫീസില്ലാതെ, പൈസ വരുമാനമില്ലാതെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ധനുരാശിക്കാരുടെ വേഴത്തിൻ്റെയും ശനിയുടെയും രാഹുവിൻ്റെയും മാറ്റം കൊണ്ടുള്ള ഫലങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാല് വരെ ഉള്ളതാണ് ധനുരാശിക്കൂറ്. ധനുരാശിക്കൂറുകാർക്ക് വേഴ ഇപ്പം 6 സഞ്ചരിക്കുന്ന സമയമാണ്. വളരെ സൂക്ഷിക്കേണ്ടുന്ന സമയമാണ്. 6 എന്ന് പറയുന്നത് അരിഭവനെ സഹജേവ ബൃഹദാം പത്യോ സ്ഥിതി കലഹ എന്നാണ്. ആ കലഹം സ്ഥിതി ചെയ്യുന്ന സമയമാണ് 3-ലും 6-ലും വേഴ സഞ്ചരിക്കുന്ന സമയം. ഈ നാട്ടിൽ നടക്കുന്ന വെട്ട്, കുത്തു, കൊലപാതകം, മരണം ഇതെല്ലാം കലഹം കൊണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. കല ഹനയതി ഇതി കലഹ എന്നാണ്. കലയെ ഹനിക്കുന്ന സാധനമാണ് കലഹം. കലഹമുള്ള വീട്, നാട്, രാഷ്ട്രീയം, അമ്പലം എന്നും ഇതുവരെയ്ക്കും നന്നായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സമൂഹത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം നമ്മൾ നിമിത്തം മറ്റൊരാൾക്ക് വിഷമം തോന്നാതിരിക്കുന്ന രീതിയിലുള്ള സംസാരവും പെരുമാറ്റമാണ്. പിന്നെ ചവിട്ടിയാൽ കടിക്കാത്ത പാമ്പില്ല. കാരണം ഞാനായിരുന്നാലും ശരി, ചില ആൾക്കാരുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ വരുമ്പോൾ നമ്മളവരുമായിട്ടുള്ള ബന്ധം വേണ്ട എന്ന് നമുക്ക് തോന്നിപ്പോകും. അത് ആർക്കായിരുന്നാലും സ്വാഭാവികപരമായിട്ട് തോന്നുന്ന കാര്യമാണ്. കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ അവതരിപ്പിച്ചാലും നമ്മൾ ചെയ്യുന്ന കർമാദികൾ സൂക്ഷ്മ ദൃഷ്ടിയോടുകൂടി നല്ലത് വരാൻ വേണ്ടി ചെയ്താലും ചില ആൾക്കാർ നമ്മളെ നന്മകളെ ഓർമ്മിക്കാതെ നമ്മളെ എങ്ങനെയെങ്കിലും തകർത്ത് കളയാൻ വേണ്ടിയുള്ള നല്ല പാരകൾ പണിഞ്ഞ് നമ്മളെ ജീവിതവും സന്തോഷവും തകർത്ത് കളയുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ഉണ്ടാകുന്ന സമയമാണ് ഈ വേഴ 6 നിൽക്കുന്ന സമയം. കൃണാർത്ഥ ചോര, ക്ഷത, രോഗ, ശത്രു എന്ന ബാധ്യത വെച്ചാൽ കടം കൂടി 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 വരും. അതുകൊണ്ട് നിങ്ങൾ കടങ്ങളുള്ളത് എങ്ങനെയെങ്കിലും വസ്തുവൊക്കെ എഴുതി വിറ്റ് വേണമെങ്കിലും കടം തീർക്കണം. കാരണം കടം തീർക്കാൻ വേണ്ടി ധാരാളം പൈസ പല ബന്ധുക്കളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും പല ബാങ്കിൽ നിന്നുമൊക്കെ നമ്മൾ ലോണെടുത്തും മക്കളുടെ കല്യാണത്തിനും അവരുടെ വിദ്യാഭ്യാസത്തിനും നമ്മളെ വീട് വെപ്പിനും നമ്മളെ ജോലിക്കും ബിസിനസ്സിനൊക്കെ വേണ്ടി ഒരുപാട് പേര് കടം വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ ഈ കടം നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അപകടമാണോ കടമാണോ ഏറ്റവും വലിയ ദോഷം വെച്ചാൽ അപകടം ഉണ്ടെങ്കിൽ നമുക്കൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുത്താൽ പോലും അവർ ചിലപ്പോൾ നമ്മൾക്ക് റെഡിയാക്കി തരും. നമുക്ക് ഒടിവാ ചിലവൊക്കെ ഉണ്ടെങ്കിൽ വേണ്ട ചികിത്സകൾ കിട്ടും. പൈസ ഇല്ലെങ്കിലും നമുക്കതൊക്കെ നേടി ശരീരത്തിന് ചികിത്സ കിട്ടും. പക്ഷെ കടം കൊണ്ട് നമ്മൾ മരിക്കുന്നെങ്കിൽ അത് വലിയൊരു ദോഷമാണ്. എത്ര കർഷകന്മാർ കടം കൊണ്ട് മരിച്ചിട്ടുണ്ട്, എത്ര കർഷകന്മാർ അപകടത്തിൽ മരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കണക്കെടുത്ത് നോക്കിയാൽ ആ കടം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കടം ഉണ്ടെങ്കിൽ നിങ്ങൾ
വിഷമിക്കേണ്ട. ഉള്ളത് എഴുതി വിറ്റെങ്കിലും കടം തീർക്കണം. വരുമാനമില്ലാതെ നമുക്കെങ്ങനെ പലിശ കൊടുക്കാനും മുതൽ കൊടുക്കാനും പറ്റും? എന്ത് ജോലി ചെയ്താൽ പെട്ടെന്നൊരു കോടീശ്വരനാവും? ഒന്നുമില്ല. ലോട്ടറി അടിച്ചാൽ കിട്ടും. എന്നും കൊണ്ട് ലോട്ടറി എടുക്കരുത്. കാരണം ലോട്ടറി എടുത്തിട്ടുള്ളവർക്കൊക്കെ അപൂർവം ചില ആൾക്കാർക്ക് മാത്രമേ പൈസ കിട്ടിയിട്ടുള്ളൂ. ഞാൻ ലോട്ടറി എടുത്ത എൻ്റെ കടം തീരുമോ, രക്ഷപ്പെടുമോ എന്ന് ധാരാളം പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. ചില ആൾക്കാർ ലോട്ടറി അടിക്കും എന്നൊക്കെ പല കാര്യങ്ങളും പറഞ്ഞ് ഒരുപാട് പൈസ ലോട്ടറി എടുത്ത് കടക്കെണിയിൽ കുരുങ്ങിയ ഒരുപാട് അത്യാഗ്രഹികളായ ആൾക്കാർ ഉണ്ട്. അപ്പം അങ്ങനെയൊന്നും ചെന്ന് ചാടി കൊടുക്കല്ല്. വേറെ ആറ് നിൽക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റ്, സാമ്പത്തിക ഇടപാടുകൾ ഇതൊക്കെ നഷ്ടം വരും. ഋണബാധ്യതകൾ കൂടും. ചോരൻ കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ പണ്ട് മോഷണമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും മോഷണമുണ്ട്. നമ്മളേതെങ്കിലും ജോലി ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള പണവും കൂടി ഇന്ന് രാത്രി ആയിപ്പോയി, അതുകൊണ്ട് നാളെ നമുക്ക് കൊടുക്കാനും കൊണ്ട് വീട്ടിൽ വച്ചിരുന്ന ആരെങ്കിലും തപ്പിക്കൊണ്ട് പോകും. ആഭരണങ്ങളും പണങ്ങളൊന്നും വീട്ടിൽ വച്ചിരുന്നുകൂടാ. അതേപോലെ ഒരു ജോലി വാങ്ങിച്ചു തരാം, അഡ്മിഷൻ വാങ്ങിച്ചു തരാം, ആ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് നടത്താം, ആ സ്ഥാപനം നമുക്ക് വാങ്ങിക്കാം, ആ കാറ് വണ്ടി നമുക്ക് വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞ് പ്രേരിപ്പിച്ച് നമ്മളെ ഉള്ള പൈസകളും കടം വാങ്ങിച്ചു കൊടുക്കുന്ന പൈസകളും കൂടെ കൊണ്ട് ആരെങ്കിലും പറ്റിക്കൊണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആർക്കും ജാമ്യം നിൽക്കാനും പൈസ വാങ്ങിച്ചു കൊടുക്കാനൊന്നും പോകരുത്. ക്ഷരം മറിഞ്ഞു വീണ് കൈയും കാലും ഓടിക്കുന്ന സമയമാണ് വണ്ടി ഓട്ടിക്കുന്നത്, സ്റ്റെപ്പ് ഇറങ്ങുന്നത്, അപകടം പടിയിരിക്കുന്ന ജോലികൾ ചെയ്യുന്നതൊക്കെ സൂക്ഷിക്കുന്നു. ഒരു ബൾബ് മാറ്റാൻ വേണ്ടി തന്നെ ഒരു സ്റ്റൂളിൻ്റെ മുണ്ടേ കയറി നിന്നാലും വീണ് കൈയും കാലും ഒക്കെ ഓടിക്കുന്ന സമയമാണ്. ക്ഷതം ആശുപത്രിയിൽ പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾ രോഗിയാണെന്ന് പറഞ്ഞു ഇല്ലാത്ത ടെസ്റ്റ് അത്രയും ചെയ്ത് നമ്മളൊരു വലിയ രോഗിയായി പോകണമെന്ന് തോന്നുന്ന സമയം. ചെറിയ രോഗമാണെങ്കിലും വലിയ രോഗമായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ ചികിത്സിക്കാൻ പൈസ ഉള്ളവർ ധൈര്യമായിട്ട് ആശുപത്രിയിൽ പോയി ചികിത്സ നടത്തി അവർക്ക് സന്തോഷം, ഞാൻ ചികിത്സിച്ച് എനിക്കതുകൊണ്ട് ദോഷം മാറിയെന്ന് സമാധാനിക്കാം. പൈസ ഇല്ലാത്തവർ പേടിക്കേണ്ട, ഭഗവാനെ പൈസ പോയാൽ മതി. പണമൊന്നും കൊടുക്കാതെ തന്നെ രോഗങ്ങൾ മാറും. കാരണം സൗമ്യേജ ശത്രുക്ഷയോ ദോഷമാണ് അഭാവമാണ്. ശത്രുസ്ഥാനത്തും രോഗസ്ഥാനത്തും വേഗം വരുമ്പോൾ ശത്രുക്കൾ ജയിക്കുകയല്ല, ശത്രുവിനെ നമുക്ക് ജയിക്കാൻ പറ്റും. രോഗം കൂടി വരൂല, രോഗം കുറഞ്ഞു വരൂ എന്നാണ് ജ്യോതിഷം പറയുന്നത്. എന്നാലും രോഗിയാണല്ലോ എന്നുള്ളൊരു ദുഃഖം നിങ്ങൾ കളയണം. ശത്രു എന്ന് പറയുന്നത് നിങ്ങളെ മക്കളുടെ ശത്രു, സാമ്പത്തികപരമായിട്ടുള്ള ഇടപാട് ശത്രു, രണ്ട് കുടുംബത്തിൽ തന്നെ വീട്ടിലുള്ളവർ നമ്മൾ ഉപദേശിച്ചാൽ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയാം, അങ്ങനെ കുടുംബത്തിൽ ശത്രു, അങ്ങനെ ഇങ്ങനെ ഒക്കെ പ്രശ്നങ്ങൾ വരും. നാലാം ഭാവാധിപനും വേടനാണ്. വീട്, വസ്തു, കെട്ടിടം, വാഹനമൊക്കെയാണ്. അപ്പോൾ വീട് വയ്ക്കാം, വസ്തു വാങ്ങിക്കാം, വണ്ടി വാങ്ങിക്കാൻ, കടം നമുക്ക് വാങ്ങിക്കാം. പക്ഷെ കടം കൂടിപ്പോയാലാണ് നമ്മളെ കയ്യിൽ നിൽക്കാതെ വിഷമം വരും. അങ്ങനെയുള്ള കുഴപ്പങ്ങളും രോഗങ്ങളും ബന്ധു വഴി മരണ ദുഃഖങ്ങളും സന്താനങ്ങളുടെ വിരോധം, സന്താനങ്ങൾ വിവാഹം നടക്കണില്ല, വിദ്യ കിട്ടണില്ല, പറഞ്ഞാൽ കേൾക്കണില്ല എന്നൊക്കെ കൊണ്ട് പിള്ളേരോട് നമുക്ക് ഭയങ്കര ദേഷ്യം, പിള്ളേർ കലപിച്ചു പോകാനുള്ള സാധ്യത, അവർക്കും ചില കുരുക്കുകളും കുഴപ്പങ്ങളും ഒക്കെ ചെന്ന് പിടിക്കുന്ന അവസ്ഥ. അങ്ങനെ സന്താനങ്ങളെ കൊണ്ടും മാനസികമായിട്ട് വിഷമിച്ച് മക്കൾ പഠിക്കണില്ല, മാർക്ക് കിട്ടണില്ല, A+ കിട്ടിയില്ല, അഡ്മിഷൻ കിട്ടിയില്ല എന്നുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന അച്ഛനമ്മമാരൊക്കെ ഈ കാറ്റഗറിയിൽ പെടും. അതുകൊണ്ട് പിള്ളേർ പഠിച്ചില്ലെങ്കിലും ജയിച്ചില്ലെങ്കിലും നിങ്ങൾ ഇരുന്ന് വിഷമിക്കേണ്ട. അവർക്ക് കഴിവും ബുദ്ധിയും ഉണ്ടെങ്കിൽ ഒരു തവണ തോറ്റുപോയാലും അവർ വീണ്ടും ജയിക്കും. അതുകൊണ്ട് സന്താന ഗോപാലമൂർത്തി പൂജ, പിള്ളേരുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും വേണ്ടി സരസ്വതി പൂജ, നവഗ്രഹ പൂജ, സ്വയംവര പൂജ, ഇതൊക്കെ ചെയ്ത് ഭഗവാനെ ഭജിച്ചാൽ, ഈ പൂജയൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് നിവർത്തിയില്ലെങ്കിൽ വീട്ടിൽ നാമജപം നടത്തിയാലും മതി. വീട്ടിലുള്ള അമ്പലങ്ങളിലും വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോയി ഭഗവാനെ ഭജിച്ചാൽ മതി. വലിയ വലിയ കൂനാക്കുരുക്കുകളും വലിയ ശത്രുക്കളും കേസ് വഴക്കുകളും ഒക്കെ മാറും. പിന്നെ രാഹു 4 നിൽക്കുന്ന സമയം, 4 നിന്ന അതിര് തർക്കം, വഴി തർക്കം, ഭൂമി തർക്കം, അക്രമങ്ങൾ, വാഹന അപകടങ്ങൾ, കടങ്ങൾ, അതേപോലെ പാമ്പ് കടി, പേപ്പർട്ട് കടിയിലേക്ക്. പിന്നെ നിങ്ങളെ ഹോബികളൊക്കെ ചുരുക്കണം. വെള്ളം അടിക്കാത്തതും വെള്ളം അടിക്കാൻ പോകും സ്ഥിരം, പിന്നെ പാമ്പിനെ പോലെ പെരയ്ക്കകത്ത് തന്നെ ഇരിക്കും. ഒരു ജോലി ഉണ്ടെങ്കിലും ജോലിക്ക് പോകില്ല. വാർത്തോ, ന്യൂറോ, ഗ്യാസ്ട്രോ, സൈക്കോ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ട്. മുട്ടുവേദന, നടുവേദന, കാലുവേദന, ചുമ്മാ വഴക്കുണ്ടാക്കിയിട്ട് ഭ്രാന്തനെ പോലെ ഭ്രാന്തിയെ പോലെ വാശി പിടിച്ചിരുന്ന് വീട്ടിൽ നിന്ന് വെളിയിറങ്ങാൻ തോന്നുന്നു. വീടിൻ്റെ സ്ഥാനമാണ് ജ്യോതിഷത്തിന് 4. അപ്പോൾ വീട്ടിൽ ഒളിച്ചിരിക്കാൻ നമുക്ക് തോന്നണമല്ല. ഒരു ജോലി ഉണ്ടെങ്കിലും
ലീവ് എടുത്തിട്ട് വീട്ടിൽ മിണ്ടാതിരിക്കാൻ തോന്നും. അങ്ങനെ ക്ഷതവും അപകടങ്ങളും പാമ്പ് കടി, പേപ്പട്ടി കടി, 4-5 അഷ്ടമയം മാന്തി രാഹുത സ്ഥിതി ചെയ്യലും വിഷഭുക്തി പറഞ്ഞിടാൻ വിഷം കുടിക്കാനും, അതേപോലെ മദ്യപാനങ്ങൾ, ലഹരി പദാർത്ഥങ്ങളുടെ അമിത ഉപയോഗം, കുതിരയെ പോലെ നടക്കുന്ന ആൾ പാമ്പിനെ പോലെ റൂമിനകത്ത് നിന്ന് ഇറങ്ങാത്ത വാശി, വിരോധം, ഇതൊക്കെ തോന്നും. അതുകൊണ്ട് വീട്ടിലുള്ളവരുടെ സ്നേഹം കിട്ടണം, നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എങ്ങനെ പോട്ടെന്ന് വിചാരിക്കരുത്. അവർക്ക് വേണ്ടി സത്വപൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യണം. ശനി 3 നിൽക്കുമ്പോൾ ഒരു തൊഴിലാളി മുതലാളിയാവുമെന്നാണ്. ആ സത്വദോഷത്തിനും വേഴത്തിൻ്റെയും ദോഷത്തിന് പരിഹാരം ചെയ്താൽ നിങ്ങൾക്ക് ശനി 3 നിൽക്കുമ്പോൾ ആരോഗ്യവർദ്ധന, നൃപമാനം, രാജാവിൻ്റെ അധികാരികളുടെ പ്രീതി, ധനസമാധാനം, ധാരാളം ധനം വന്നു ചേരും, നല്ല സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം കിട്ടും, എല്ലാ കാര്യത്തിനും വിജയവും, മനസ്സന്തോഷവും, യശസ്സും, ആ നല്ല സന്താനത്തിനും കുടുംബത്തിനും ഐശ്വര്യമുണ്ട്. അപ്പോൾ ശനിയുടെ സഞ്ചാരകാലം കൊള്ളാം. ജാതകം പരിശോധിച്ചു അതിൽ നല്ല ദശാകാലങ്ങളാണെങ്കിൽ ആ ഗുണവും നമുക്ക് കിട്ടും. അപ്പോൾ പിഴച്ചു നിൽക്കുന്ന രാഹുവിനും പിഴച്ചു നിൽക്കുന്ന വേഴത്തിനും നമുക്ക് ഭാഗ്യസൂക്തം, ഐക്യമത്വ സൂക്തം, ഐശ്വര്യപൂജ, ശത്രുസംഹാര പൂജ, ഇതൊക്കെ ചെയ്താൽ നമുക്ക് വിഷമങ്ങളുണ്ട്. ഈ ഒരു വർഷം നമുക്ക് പൈസ മുതൽ മുടക്കി ആദായം വർദ്ധിപ്പിക്കുന്ന നേട്ടങ്ങൾ, വിദേശ യാത്ര, മക്കൾക്കൊക്കെ പഠിക്കാൻ വേണ്ടി വിദേശത്തൊക്കെ പോകണമെങ്കിൽ പൈസ കൊടുത്തേ പറ്റൂ. കാരണം അവർക്ക് നാട്ടിൽ തന്നെ നല്ല അഡ്മിഷനും ജോലിയും കിട്ടിയാലും വേണ്ട, എനിക്ക് വിദേശത്ത് പോകണമെന്ന് വാശി പിടിക്കണം. മക്കളോട് വാശി കാണിക്കാനൊന്നുമില്ല, പൊക്കോട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മളെ പൈസ പോയുള്ളൂ, പിള്ളേർ നശിക്കൂല, അല്ലെങ്കിൽ പിള്ളേർ കയറി ആത്മഹത്യയൊക്കെ ചെയ്ത് കളയും. അതേപോലെ ശത്രുതകളും കുഴപ്പങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടായി. അതുകൊണ്ട് നിങ്ങളൊരു ബാങ്കിൽ തന്നെ ചെന്ന് പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ ആ റെസിപ്റ്റ് വരെ സൂക്ഷിച്ച് വച്ചിരിക്കണം. കാരണം ബാങ്കുകാർ പോലും നമ്മളെ പറ്റിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ദോഷം മാറാൻ എല്ലാ അമാവാസി തോറും അമാവാസി പൂജ നടത്തുന്നത് നല്ലതാണ്. അപ്പോൾ അമാവാസി പൂജ രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജയ ഹോമം, 4 മണിക്ക് യമരാജ ഹോമം, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7 മണി വരെ അഭിഷേകങ്ങളൊക്കെ വന്നു. നിങ്ങൾക്ക് യൂട്യൂബിൽ കൂടെ ലൈവ് കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് കാലഭൈരവൻ്റെ അമ്പലത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുന്നതിന് വേണ്ടി മെസ്സേജുകൾ അയക്കണം. ഒരു ക്ഷേത്രത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും സഹായകരമായിട്ട് പ്രവർത്തിക്കുന്നതും വഴിപാടുകളും പൂജകളും നടത്തുന്നത് നമുക്കും നല്ലത് വരും. അമ്പലത്തിൻ്റെ ദേവൻ്റെ പ്രീതിയും ദേവൻ്റെ ചൈതന്യത്തിനും പുരോഗതി കിട്ടും. അങ്ങനെ എല്ലാ തരത്തിലും നമുക്കുള്ള വിഷമതകൾ മാറുന്നതിന് വേണ്ടി പരിഹാരങ്ങൾ ചെയ്ത് ശ്രദ്ധിച്ച് ഭക്തിയോടുകൂടി ജീവിച്ചാൽ നിങ്ങളുടെ എല്ലാവിധ വിഷമതകളും മാറും. സാമ്പത്തിക ഇടപാടുകൾ, ബാങ്കിങ് മുതലായ കാര്യങ്ങൾ, ഉദ്യോഗസ്ഥന്മാർ, അധികാരികളൊക്കെ ആണെങ്കിൽ സൂക്ഷിക്കണം. നിങ്ങൾ നല്ലത് ചെയ്താലും നിങ്ങളെ നിമിത്തമാണ് ഈ കുഴപ്പം അത്രയും ഉണ്ടായെന്നുമുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ തിരിമറി നടത്തി, ഉദ്യോഗത്തിൽ നമ്മൾ വീഴ്ച വരുത്തിയെന്ന് പറഞ്ഞ് ജോലി സസ്പെൻഡ്, ഡിസ്മിസ്, ഇതൊക്കെ ആവാൻ തന്നെ യോഗമുള്ളതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധാഭക്തി പുലർത്തലും എല്ലാവരോടും സ്നേഹം കാണിച്ച് പ്രവർത്തിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതും കൂടി നമുക്ക് തിരിച്ചു പിടിച്ച് ജീവിക്കാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.